കാന്താര സെറ്റ് ചെയ്യുന്ന വേൾഡ് വളരെ വലുതാണ്. കാരണം ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു ലൗഡായിട്ടുള്ള സംഭവങ്ങൾ, പീക്ക് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ ഈ ഒരു സിനിമ തരുന്നുണ്ട് എന്നുള്ളത് ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് തന്നെ ഒരു ഐഡിയ അറിയാം. പക്ഷെ എന്നാലും ഈ ഒരു കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് കുറേ പേര് തിയേറ്ററിൽ വന്നിരിക്കുന്നുണ്ട്. ആ ഒരു പിള്ളേർ ഈ ഒരു ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കുന്ന തന്നെ ആ പിള്ളേരിടുന്ന കരയായിരുന്നു. സോ ഇത്രയും കുഞ്ഞു പിള്ളേരെ കൊണ്ടുവന്ന ആ ഒരു ഡെഡിക്കേഷൻ ആരും കാണാതെ പോയത്. സോ ഈ ഒരു മൂവി ഒരു പീക്ക് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, ഈ കൊല്ലത്തെ ഏറ്റവും പീക്ക് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നൽകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഈ ഒരു സിനിമ കൊണ്ടുവരുന്നത്. അവിടെ ഇവിടെയും വരുന്ന ചെറിയ ചെറിയ കോമഡികൾ, ഫസ്റ്റ് ഹാഫിൽ വരുന്ന സംഭവങ്ങളൊക്കെ കുറച്ച് കല്ലിയടിയായിട്ട് തോന്നി. പക്ഷേ ഒന്നോ രണ്ടോ പേരൊക്കെ അതും തിയേറ്ററിൽ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. സോ ചിലർക്ക് വർക്കൗട്ടാവും, ചിലർക്ക് വർക്കൗട്ട് ആവില്ല. എനിക്ക് എന്തായാലും വർക്കൗട്ടായില്ല. ബാക്കിയുള്ള സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ ജയറാമിൻ്റെ റോള് സാധാരണ ഈ ഒരു തമിഴിലും തെലുങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കാര്യമായിട്ടോ അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ചുള്ള റോള് കൊടുക്കുന്നില്ല. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് നല്ലൊരു റോള് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് ആണ്. പിന്നെ രുക്മിണി വസന്ത് ആണെങ്കിലും ബാക്കിയുള്ള ഗുൽഷൻ ദേവി ആണെങ്കിലും എല്ലാവരും തന്നെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. സോ എല്ലാം കൊണ്ടും മികച്ചു നിൽക്കുന്ന, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും മികച്ചു നിൽക്കുന്ന ഒരു ഗംഭീര സിനിമയാണ് കാന്താര ചാപ്റ്റർ 1.